കഥ തുടരുന്നു. ഒരു കത്തുണ്ട്. പടിക്കൽ പോസ്റ്റ്മാൻ്റെ ശബ്ദം കേട്ട് കുറുപ്പുമാഷ് ഇറങ്ങിച്ചെന്നു. കത്ത് കൈപ്പറ്റിയിട്ട് മകളെ നീട്ടി വിളിച്ചു. ശാരദേ. ഏങ്ങിക്കിതച്ച് വിങ്ങി വീർത്ത മുഖവുമായി അവൾ ഇറങ്ങി വന്നു. കത്ത് കയ്യിൽ വാങ്ങി തിരിച്ചു നടക്കാൻ ഭാവിച്ചതും മാഷ് പറഞ്ഞു, നിൽക്ക്, അതൊന്ന് പൊട്ടിച്ചു വായിക്കേ. എനിക്ക് കണ്ണടയില്ലാതെ പറ്റില്ല. അതാണെങ്കിൽ പൊട്ടിയും പോയി. അച്ഛനല്ലാതെ മറ്റാർക്കും ഇവിടെ കത്തൊന്നും വരാനില്ലെന്ന് ശാരദയ്ക്കും അറിയാം. മറുത്തൊന്നും പറയാതെ വിലാസം നോക്കി. അച്ഛന് തന്നെ. പൊട്ടിച്ച് അതിലെ വരികളിലൂടെ കണ്ണുകൾ പരതി നടക്കവേ ശാരദയുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു. പുരികം വില്ലുപോലെ വളഞ്ഞു. ആരുടെയാ കത്ത്? എന്താ വിശേഷം? ആർക്കുള്ളതാ? തുരുതുരെ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചോദ്യങ്ങൾ. അയാളുടെ പെങ്ങളും ഭർത്താവും കൂടി മദ്രാശിന്ന് വരുന്നു അത്രേ. ഇവിടെ നിന്ന് അമ്മയെയും കൂട്ടി ഇങ്ങോട്ട് വരുമെന്ന് എഴുതിയിരിക്കുന്നു. തീരെ താല്പര്യമില്ലാത്ത മട്ടിൽ അത്രയും പറഞ്ഞിട്ട് കത്തവൾ മേശമേലേക്ക് വലിച്ചെറിഞ്ഞു. മുഖം കൂടുതൽ ചുവന്നു തൊടുത്തു. മാഷ് നിസ്സഹായനായി ആകുലതയോടെ അതിലേക്ക് നോക്കി. ചാരുകസേരയിൽ നീണ്ടു നിവർന്നു കിടന്നു. വെറുതെ ഇരിക്കുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാം ചിന്തകൾ കാടു കയറുന്നതാണ് ഇപ്പോഴത്തെ ഒരസുഖം. ആട്ടിപ്പായിച്ചാലും പോകാൻ കൂട്ടാക്കാത്ത ചിന്തകൾ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കും. കോളേജിൽ കുമാർ എന്നാൽ ഒരു പ്രസ്ഥാനമായിരുന്നു. പെൺകുട്ടികളുടെ ഹീറോ ആയിരുന്നു. സുഭകൻ, സുന്ദരൻ, അത്ലറ്റ്, കലാകാരൻ, അങ്ങനെ വിശേഷണങ്ങൾ പലതായിരുന്നു. എന്നിട്ടും എന്തിന് സാധാരണക്കാരിൽ സാധാരണക്കാരിയായ പഠിപ്പില്ലാത്ത തൻ്റെ മകളെ അവൻ പ്രേമിച്ചു. അവളെ നശിപ്പിക്കാൻ ശ്രമിച്ചു. അവളുടെ യൗവനം, മുഖശ്രീ, അതിലുപരി തൻ്റെ നിസ്സാരമായ, അവനെ സംബന്ധിച്ച് നിസ്സാരമല്ലാത്ത പങ്കുവയ്ക്കാൻ ശാരദയല്ലാതെ മറ്റൊരു അവകാശമില്ലാത്ത ഭൂസ്വത്തോ? അതൊക്കെയാണോ കാരണം? എനിക്കൊരു സബ് ഇൻസ്പെക്ടർ ആവണം. അവൻ്റെ ജീവിതാഭിലാഷം പലപ്പോഴും സംസാരത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നല്ല മാർക്കോടെ ബിരുദം നേടിക്കഴിഞ്ഞാൽ പോലീസിൽ ചേരണം. അതൊരു മോഹമായി കൊണ്ടു നടന്നു. SI സെലക്ഷന് വേണ്ടിയുള്ള ടെസ്റ്റ് എഴുതിയിരുന്ന അവസരത്തിലാണ് പഠിപ്പിച്ച പ്രൊഫസറുടെ മകളുടെ വിവാഹാലോചന ഇവിടേക്ക് വന്നത്. ഇന്ദുവിന് കുമാറിനെ വലിയ ഇഷ്ടമാണ്. അവൾ നിന്നെ മനസ്സാ വരിച്ചു കഴിഞ്ഞു. വിവാഹമൊന്നുണ്ടെങ്കിൽ അത് കുമാറുമായി മാത്രം എന്നാണ് അവൾ പറയുന്നത്, പ്രൊഫസർ പറഞ്ഞു. അവനും അത് താല്പര്യമാണെന്ന് ആ മുഖം വിളിച്ചു പറഞ്ഞു. പക്ഷേ പ്രൊഫസറുടെ വാക്കുകൾ ശാരദയുടെ ഹൃദയത്തിൽ ഒരു ഇടിത്തീ പോലെ പതിച്ചു. അവളുടെ വിങ്ങി വീർത്ത് പൊട്ടാൻ വെമ്പി നിൽക്കുന്ന മുഖം കണ്ടപ്പോൾ തനിക്കും വേവലാതിയായി. അന്ന് അവളെ വിളിച്ച് പുറത്തു കൊണ്ടുപോയി സാന്ത്വനപൂർവ്വം പറഞ്ഞു, അർഹിക്കാത്തത് ആഗ്രഹിക്കരുത് മോളെ. തന്നോട് ചിലതെല്ലാം തിരിച്ചു ചോദിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടവൾ അകത്തേക്ക് ഓടിയെന്ന്. അത് കണ്ടപ്പോൾ മനസ്സ് നൊന്തു. തന്നിലെ അച്ഛൻ ഉണർന്നു. വേണ്ടായിരുന്നു, അവളെ വേദനിപ്പിക്കരുതായിരുന്നു. പറഞ്ഞതൽപ്പം കടന്നുപോയോ? കുറ്റബോധത്തോടെ മാഷ് ഓർത്തു. അവൾക്ക് അർഹതപ്പെടാൻ യോഗ്യതയില്ലേ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ഒരു പെൺകുട്ടിക്ക് വേണ്ട എല്ലാ സ്വഭാവ ഗുണങ്ങളും ഉണ്ട് അവൾക്ക്. സുഖവും ദുഃഖവും പങ്കിടാനുള്ള മനസ്സുമുണ്ട്. സ്നേഹിക്കാൻ അറിയുന്നവളാണ്. ക്ഷമയും സഹനശക്തിയുമുള്ള തൻ്റെ മകൾക്ക് ഭർത്താവിൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച് നല്ലൊരു ഭാര്യയായി ജീവിക്കാനാവും. എന്നാൽ ഇക്കാലത്ത് അതൊക്കെ ആർക്കു വേണം? ഒരു കുറ്റവും കുറവും ഉണ്ടായിട്ടല്ലോ മനുഷ്യൻ പലതും നിർദാക്ഷിണ്യം ഉപേക്ഷിക്കുന്നത്. കൂടുതൽ സുഖ സൗകര്യങ്ങളും സമ്പത്തും വെട്ടിപ്പിടിക്കാനുള്ള അഭിവാഞ്ച, ആർത്തി, ദുരാഗ്രഹം, ഇതൊക്കെയാണ് അവനെ അതിനായി പ്രേരിപ്പിക്കുന്നത്. അന്നു മുതൽ ശാരദയുടെ നിരാശ കൂടുകൂട്ടിയ മുഖവും നിരുത്സാഹപരമായ ചലനങ്ങളും ജോലിയിലുള്ള അലസതയും ഒക്കെ കാണാൻ തുടങ്ങിയപ്പോഴാണ് ഇനി ഒട്ടും അമാന്തിച്ചുകൂടാ എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നടത്തണമെന്ന് തനിക്ക് തോന്നി തുടങ്ങിയത്. മാത്രമല്ല, കൂടുതൽ നീട്ടിക്കൊണ്ടുപോയാൽ അവനെ തട്ടിയെടുക്കാനും സ്വന്തമാക്കാനും ഇനിയും പലരും വന്നേക്കാമെന്ന് തോന്നി. അതിൽ ഒരച്ഛൻ്റെ സ്വാർത്ഥമോഹം അടങ്ങിയിരുന്നില്ലേ എന്നിപ്പോൾ മാഷ് കുറ്റബോധത്തോടെ ഓർത്തു പോകുന്നു. എങ്കിലും അന്നത് അനിവാര്യമായിരുന്നു. അതിനുപോൽബലകമായി അന്നൊരു മഴയുള്ള ദിവസം കോരിച്ചൊരിയുന്ന പേമാരിയിൽ താൻ കണ്ട കാഴ്ച. വേണ്ട, താനത് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വിവാഹാലോചനയുമായി താൻ അവൻ്റെ വീട്ടിലെത്തിയത്. ഒരു പെണ്ണിവിടെ പുരനിറഞ്ഞു നിൽക്കുകയാ. അവളെ എവിടെയും പറഞ്ഞു വിടാതെ എങ്ങനെയാ? അതായിരുന്നു കുമാറിൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്ന ഏക തടസ്സം. അതിനെന്താ, കാവ്യയ്ക്ക് നമുക്കുടനെ ഒരു ചെറുക്കനെ കണ്ടുപിടിക്കാം, മാഷ് ഉറപ്പ് കൊടുത്തു. പിന്നീട് അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. സുരേഷിനെ കണ്ടെത്തിയതും കാവ്യയുമായുള്ള വിവാഹം ഉറപ്പിച്ചതും അത് നടത്തിക്കൊടുക്കാൻ മുൻകൈയെടുത്തതും എല്ലാം കുറുപ്പ് മാഷ് തന്നെയായിരുന്നു. ഇതെന്താ ഒരു കത്ത് ഇവിടെ അനാഥമായി കിടക്കുന്നത്? കിട്ടുന്ന പണിക്കരുടെ ചോദ്യമാണ് മാഷിനെ ചിന്തയുടെ ലോകത്ത് നിന്നും മടക്കി വിളിച്ചത്. കത്ത് മാത്രമോ പണിക്കരെ? പിന്നെ എവിടെയുള്ളവരോ? അദ്ദേഹം ചോദിച്ചു. എന്താ ഈ സംഗതികളുടെ കിടപ്പെന്നറിയാനുള്ള വരവാണ്. പയ്യൻ വന്ന് കണ്ടിട്ട് ശാരദയുടെ നിലപാട് എന്താണെന്നറിയണം. പ്രധാന ഉദ്ദേശ്യം അതായിരിക്കുമെന്ന് കുറുപ്പ് മാഷിനും തോന്നി. എന്തായി? അർത്ഥഗർഭമായിരുന്നു ആ അന്വേഷണം. കൂടുതലൊന്നും ചോദിക്കേണ്ട ആവശ്യം വന്നില്ല. ഓ, അതൊന്നും നടക്കില്ല പണിക്കരെ. ഉടൻ വന്നു മാഷിൻ്റെ മറുപടി. അതെന്തു പറ്റി? അയാളാണെങ്കിൽ വിവാഹിതനേ അല്ല. ഒരു വിവാഹം ഇപ്പോൾ അദ്ദേഹത്തിന് കൂടിയേ തീരൂ. വയസ്സായാൽ നോക്കാൻ ഒരാൾ വേണ്ടേ? അതിന് ഇതല്ലെങ്കിൽ മറ്റൊന്ന്, അതയാൾക്ക് കിട്ടുകയും ചെയ്യും. ഒന്നോർത്തോ, ഇത്രയും നല്ല ഒരു ബന്ധം ഇനി കിട്ടാൻ പോണില്ല ശാരദയ്ക്ക്.
എന്തായാലും അവൾക്ക് വേണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞാനല്ലല്ലോ കേട്ടേണ്ടത്. മാഷൽപ്പം തമാശ കലർത്തി, എന്നാൽ വേദനയോടെ പറഞ്ഞു. പിന്നെന്താ, രാജകുമാരൻ വരുമോ ഇനി? പണിക്കർ പരിഹസിച്ചു. അതത്ര രസിച്ചില്ല ആ അച്ഛന്. രാജകുമാരനെയും വേണ്ട, ഒരു കുമാരനെയും ഇനി വേണ്ട അവൾക്ക്. വാക്കുകളിൽ ഈർഷ്യ കലർന്നിരുന്നു. മാഷേ, കുമാരൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ ഒരു സംഗതി ഓർത്തത്. എന്താ പണിക്കരെ? ശബ്ദം അമർന്നിരുന്നു. കുമാരന് പുതിയ സംബന്ധത്തിൽ 2 പെൺകുട്ടികളോ 2 ആൺകുട്ടികളോ? എന്തേ ചോദിക്കാൻ? ഒരാണും ഒരു പെണ്ണുമാണെന്ന് ആരോ ഒരിക്കൽ പറഞ്ഞു കേട്ടു. എന്നാൽ കേട്ടോ, അതിൽ മൂത്തതിനെ പഠിക്കാൻ നാട്ടിലേക്ക് വിടുന്നത്രേ. കുമാരൻ്റെ അമ്മ പറഞ്ഞ് അവരുടെ ഒരു ബന്ധു വഴി അറിഞ്ഞതാ ഈ വിവരം. മാഷിൻ്റെ കണ്ണുകൾ അല്പമൊന്ന് തിളങ്ങി. അവിടെ വാത്സല്യമോ വേദനയോ വെറുപ്പോ എന്ന് വിച്ഛേദിച്ചറിയാൻ പറ്റാത്ത ഒരു വ്യക്തത തെളിഞ്ഞു നിന്നു. കണക്കുപ്രകാരം അതിപ്പോൾ 10ാം തരത്തിൽ കയറിയതേ ഉണ്ടാവൂ. മാഷ് സ്വയം എന്നോണവും പണിക്കരോടുമായി പറഞ്ഞു. അതെ, മെഡിസിനോ മറ്റോ കോച്ചിങ് ക്ലാസ്സിൽ ചേരാനോ മറ്റോ ആണെന്ന് കൂടി കേട്ടു. അവൻ്റെ മോളെ അവൻ എന്തേലും ആക്കട്ടെ. ഇവിടെ ഒരെണ്ണം പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ മുന്നോട്ട് എങ്ങനെ പഠിപ്പിക്കുമെന്നുള്ള അങ്കലാപ്പിലാണ് ഞാൻ. മിക്കവാറും ഇവിടെ കൊണ്ട് തീരും അവൻ്റെ പഠിപ്പ്, മാഷു പറഞ്ഞു തുടങ്ങി. പണിക്കർക്കറിയുമോ, അവനൊരു നല്ല കൂട്ടുകാരില്ല. 4 ആൾ കൂടുന്നിടത്ത് പോവില്ല. എന്തിനേറെ തല ഉയർത്തിപ്പിടിച്ചൊന്നും നടക്കുക പോലുമില്ല. തികച്ചും അന്തർമുഖി. ഗൗരവമുഖത്തൊഴിഞ്ഞ നേരമില്ല. ജാതകദോഷം, അല്ലാണ്ടെന്താ? എല്ലാം കേട്ടു മൂളുകയായിരുന്നെങ്കിലും പണിക്കരുടെ കണ്ണുകൾ വെറ്റിലച്ചെല്ലം പരതുകയായിരുന്നു. ഇടയ്ക്കെപ്പോഴോ നിലത്ത് പാറി വീണ കത്തിൽ കണ്ണുടക്കി. കുനിഞ്ഞതെടുത്തിട്ട് ചോദിച്ചു, കത്ത് ആരുടെയാ? അതവൻ്റെ പെങ്ങളുടെ. ഇങ്ങോട്ട് വരുന്നു അത്രേ. ശാരദയുടെ കല്യാണം ഉറപ്പിച്ചിരുന്നാൽ അതിനും കൂടി പങ്കെടുത്തു വെട്ടി വിഴുങ്ങിയിട്ട് പോകാമായിരുന്നു അവർക്ക്. അവജ്ഞയായിരുന്നു അതിലടങ്ങിയിരുന്നത് പണിക്കരുടെ ചിരിയിലും. മാഷറിഞ്ഞോ? നമ്മുടെ ഹമീദിൻ്റെ പെങ്ങളുടെ നിക്കാഹ. ഏത്? നമ്മുടെ കുന്നുംപുറത്തെയോ? അതേന്ന്. അയാൾ ഗൾഫിലെവിടെയല്ലേ പണിക്കരെ? അതെ, അതുകൊണ്ടാണല്ലോ വിസ കല്യാണം നടത്തുന്നത്. അതെന്ത് കല്യാണമാടോ? അതറിയില്ലേ? കുടുംബത്തിൽ നിന്ന് ഒരാൾ പേർഷ്യയ്ക്ക് പോകും. കെട്ടുപ്രായം തികഞ്ഞു നിൽക്കുന്ന പെങ്ങളോ മകളോ ഉണ്ടായിരിക്കും അവർക്ക്. ഒരു പക്ഷേ പഠിപ്പോ സൗന്ദര്യമോ ഒന്നുമില്ലാത്ത പെൺകുട്ടികളുമാവാം. സ്ത്രീധനം ചോദിച്ചു വരുന്നവർക്ക് അതൊട്ട് കൊടുക്കാനുമില്ല. പിന്നെന്താ ചെയ്യുക? പുറത്തുള്ളയാൾ എങ്ങനെയും ഒരു വിസ സംഘടിപ്പിച്ച് സ്ത്രീധനത്തിന് പകരം ഈ വിസ കൊടുത്ത് നല്ല പഠിപ്പും ഭംഗിയുമെല്ലാമുള്ള നിർധനരായ ചെറുപ്പക്കാരെ വിലക്കെടുക്കുന്ന പരിപാടി. പിൻപിള്ളേരെ പിടിച്ച് ഈ ചെക്കന്മാരുടെ തലയിൽ വയ്ക്കും. കുറേ കാലങ്ങളായി ഈ സമ്പ്രദായം തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ ഇതിന് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു. പെൺകുട്ടിയോടൊപ്പം ചെക്കൻ്റെ കുടുംബവും രക്ഷപ്പെടുകയല്ലേ. അതുകൊണ്ട് വിസയെന്ന സ്ത്രീധനത്തിന് നല്ല വിലയുണ്ടായിരുന്നു. ഇപ്പോഴാരും അതിൽ നിൽക്കാറില്ല. ആൺകുട്ടികൾക്കൊക്കെ സ്വന്തമായ നിലപാടുകളുണ്ട്. അവരുടേതായ ചില കാഴ്ചപ്പാടുകളും തീരുമാനങ്ങളുമുണ്ട് ജീവിതത്തിൽ. കേട്ടിരിക്കുന്നു ധാരാളം. പക്ഷേ അതൊക്കെ കാലഹരണപ്പെട്ടു പോയെന്ന് കരുതിയത്. എന്നങ്ങ് പറഞ്ഞുകൂടാ. അതല്ലേ ഇപ്പോൾ നടക്കാൻ പോകുന്നത്, പണിക്കർ വാദിച്ചു. ഒരു തരത്തിൽ കുട്ടൻ്റെ അച്ഛൻ ചെയ്തതും അതുതന്നെയല്ലേ. താരതമ്യം ചെയ്തു നോക്കിയാൽ അതും ഇതിൻ്റെ ഒരു വകഭേദം തന്നെയല്ലേ. അവനെ മോഹിപ്പിച്ച് വലയിൽ വീഴ്ത്തി വിസ അയച്ചു കൊടുത്ത് ഇവിടുന്ന് നാട് കടത്തി ഒരുത്തി അങ്ങ് സ്വന്തമാക്കി. പറഞ്ഞു വരുമ്പോൾ രണ്ടും ഒന്ന് തന്നെയാടോ. ഒരാഴ്ച കഴിഞ്ഞു കാണും. പഠിക്കൽ ഒരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് കുറുപ്പ് മാഷ് കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു. അതിൻ്റെ ആക്കത്തിൽ വേച്ചു വീഴാൻ പോയതുകൊണ്ട് പൂമുഖത്തെ ഉരുണ്ട തൂണിൽ ചുറ്റിപ്പിടിച്ച് പാരവശ്യത്തോടെ പഠിക്കലേക്ക് സൂക്ഷിച്ചു നോക്കി. വരുന്നത് ആരാണെന്ന് ഊഹമുണ്ടെങ്കിലും എങ്ങനെ അവരെ അഭിമുഖീകരിക്കണം, ഏതു വിധത്തിൽ സ്വീകരിക്കണം എന്നൊക്കെയായിരുന്നു സംശയം. ആദ്യം കാറിൽ നിന്നിറങ്ങിയത് ഒരു പ്രൗഢ. വിദേശ നിർമ്മിതമായ സാരി, കഴുത്തിൽ സ്വർണ്ണപ്പതക്കത്തിന് പുറമെ ഇറക്കമുള്ള ഒരു മാല, കൈകളിൽ 2 കാപ്പുകൾ, നെറ്റിയിലെ വലിയ വട്ടപ്പൊട്ട് ദൂരെ നിന്നാലും കാണാം. പെട്ടെന്ന് ആളെ പിടികിട്ടി. കുമാറിൻ്റെ അനുജത്തി കാവ്യ. പിന്നാലെ പാൻറ്റും ഷർട്ടും ധരിച്ച അല്പം കഷണ്ടിയായ പരിഷ്കൃതൻ, അവളുടെ ഭർത്താവ് സുരേഷ്. അവർ ഉള്ളിലേക്ക് കൈനീട്ടി അമ്മയെയാവും പിടിച്ചിറക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാഷ് കണ്ടു. കുമാറിൻ്റെ അമ്മ വല്ലാതെ തടിച്ചിരിക്കുന്നു. കസവിൻ്റെ 1.5 മുണ്ടുമാണ് വേഷം. കാതിൽ പരിച്ച പോലെ 2 കമ്മൽ, കഴുത്തിലൊരു കട്ടി ചെയിനും, കൈകളിൽ കട്ടിക്കാപ്പും. ഇപ്പോഴവരെ കണ്ടാൽ ഒരു തമ്പുരാട്ടിയുടെ മട്ടുണ്ട്. തങ്ങളുടെ ഇന്നത്തെ ചുറ്റുപാടും സമ്പന്നതയും സമൃദ്ധിയും ശാരദയെ കാണിക്കാൻ കൂടിയുള്ള വരവാണ്. മാഷുക്ക് അരിശമാണുണ്ടായത്. അവർ എന്തൊക്കെയോ ആയെന്ന്. വളരെ മെച്ചപ്പെട്ട ജീവിതമാണ് നയിക്കുന്നതെന്ന് പ്രഖ്യാപിക്കുന്ന ശരീരഭാഷ. സമ്പന്നതയുടെ ഗർവ് കാട്ടി തങ്ങളുടെ ഇല്ലായ്മയെ പരിഹസിക്കുന്നത് പോലെ മാഷിന് തോന്നി. എന്തിനെന്നറിയാതെ മനസ്സ് വേദനിച്ചു. അപകർഷതാബോധം അടിച്ചമർത്തിയ വ്രണിത വികാരത്താൽ ഹൃദയം വിങ്ങി വീർപ്പ് മുട്ടി. ശാരദേ, മോളെ, അകത്തേക്ക് നോക്കി വിളിക്കുമ്പോൾ ശബ്ദത്തിന് നേരിയ വിറയൽ ബാധിച്ചിരുന്നു. ശാരദ അടുക്കളയിൽ നിന്നിറങ്ങി വന്നു. മാഷവളെ നഖശികാന്തം വീക്ഷിച്ചു. മുഷിഞ്ഞു നാറിയ വേഷം, കാതിൽ 2 മൊട്ട്, കഴുത്തിൽ നേർത്തൊരു ചെയിൻ. കഴിഞ്ഞു സ്വർണ്ണത്തിളക്കം. വീട്ടിനകത്തായാലും പുറത്തായാലും ഇതൊക്കെ തന്നെ ആഭരണങ്ങൾ. കൈത്തണ്ട 2 ഒഴിഞ്ഞു കിടക്കുന്നു.
നിന്റെ വളയെന്തിയേ കുട്ടി? വെറുതെ അങ്ങനെ ചോദിക്കാനാണപ്പോൾ തോന്നിയത്. 2 ഉണ്ടായിരുന്നത് പണയത്തിലാണെന്ന് അറിയാഞ്ഞിട്ടല്ല. അച്ഛൻ അതൊക്കെ മറന്നു. അതല്ലേ കുട്ടനെ ഫീസ് കൊടുക്കാൻ വേണ്ടി. പറഞ്ഞു തീരും മുൻപ് പടി കടന്നു വരുന്ന അതിഥികളെ കണ്ടു. നിർവികാരതയോടെ നോക്കി നിന്നു. കുട്ടാ. തള്ള കയറി വന്നപാടെ അകത്തെ ശൂന്യതയിലേക്ക് നോക്കി നീട്ടി വിളിച്ചു. കുട്ടനില്ലേ ഇവിടെ? ആരോടൊന്നില്ലാതെയായിരുന്നു അടുത്ത ചോദ്യം. ആരും ഒന്നും മിണ്ടിയില്ല. നിസ്സംഗതയോടെ കേട്ടു നിന്നു. അല്ലെങ്കിൽ എന്ത് മിണ്ടാൻ? അവധി ദിവസങ്ങൾ പോലും കുട്ടൻ വീട്ടിലിരിക്കുന്ന കൂട്ടത്തിലല്ലെന്ന് തള്ളയ്ക്കറിയില്ലല്ലോ. ശാരദ, അവനില്ലേ ഇവിടെ? അവർ കൊച്ചുമോനെ കാണാൻ വേണ്ടി മാത്രം വന്നതാണെന്ന് ആ ചോദ്യത്തിൽ നിന്ന് സ്പഷ്ടമായി. ഇല്ല, അവൾ പറഞ്ഞു. കയ്യിലിരുന്ന തുണിക്കടയുടെ ഒരു കവർ അവർ ശാരദയ്ക്ക് നീട്ടി. ഇതാ നിനക്കൊരു സാരി, കുട്ടനുള്ള ഉടുപ്പുമുണ്ട്. എനിക്ക് വേണ്ട, അവളത് നിരസിച്ചു. അയ്യോ, ഇതെൻ്റെ വകയൊന്നുമല്ല, കുമാർ നിങ്ങൾക്കായി കൊടുത്തയച്ചതാ. ചേട്ടനൊരു ഷോർട്ട് വിസിറ്റിന് ഗൾഫിൽ പോയിരുന്നു 5-6 മാസം മുൻപ്. പെങ്ങളാണ് ബാക്കി പൂരിപ്പിച്ചത്. അപ്പോൾ അവൻ അവിടെ തന്നെ ഉണ്ടല്ലേ? കുറുപ്പ് മാഷാണ് ചോദിച്ചത്. എല്ലാവരുടെയും മുഖത്ത് മ്ലാനത പരന്നു. കുമാറിൻ്റെ അമ്മ അത് കേട്ടതായി പോലും ഭാവിച്ചില്ല. ഉണ്ടച്ചാ, സുരേഷ് പറഞ്ഞു. അല്ലെങ്കിലും സുരേഷിന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ വന്നു ഭവിച്ചതിൽ അല്പമെങ്കിലും കുണ്ഠിതം. മറ്റുള്ളവർക്കെല്ലാം സന്തോഷവും സമാധാനവുമാണ്. ശാരദ അവർക്കെല്ലാം കുടിക്കാൻ സംഭാരവുമായി ഉമ്മറത്തെത്തി. വെറും സാമാന്യ മര്യാദയുടെ പേരിൽ മാത്രം. മോളൂട്ടി വരുന്നുണ്ട് പഠിക്കാൻ. അവർക്കിടയിലെ മൗനം അസഹ്യമായപ്പോൾ കാവ്യയാണത് പറഞ്ഞത്. അതൊക്കെ ഇവിടെ വിളമ്പുന്നത് എന്തിനാ എന്ന് ചോദിക്കാൻ തോന്നി മാഷിനെ പോലെ ശാരദയ്ക്കും. തങ്ങളുടെ നെഞ്ചിൽ കടാരിറക്കാനുള്ള ഭാവമാണ് ഇവരുടേത്. ഒന്ന് വേഗം പോയി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഇരുവരും ഓർത്തു. ചെറുമകനെ കാണാനുള്ള ആഗ്രഹത്തിൽ അവർ അവിടെ തന്നെ ചുറ്റിപ്പറ്റി കറങ്ങിത്തിരിഞ്ഞു പോകാതെ നിൽക്കുന്നത് കണ്ട് മാഷ് ചോദിച്ചു. നിങ്ങൾ എത്ര ദിവസം ഇവിടെ കാണും? സുരേഷിനെ നോക്കിയായിരുന്നു ചോദ്യം. കയറിയിരിക്കാൻ പറയാത്തതിൻ്റെ നീരസം സുരേഷിൻ്റെ മുഖത്തും കണ്ടു. അവനൊന്നും മിണ്ടിയില്ല. അല്പം കഴിഞ്ഞ് അദ്ദേഹം തന്നെ മൗനം ഭജിച്ചു. ഭാഗ്യമുണ്ടായാൽ നിങ്ങൾക്ക് ശാരദയുടെ കല്യാണം കൂടാം. എന്നാലും കുട്ടനെ കാണാമെന്നുള്ള പൂതി നടക്കില്ല. അഥവാ നേർക്കുനേർ കണ്ടെന്നാൽ മാനഹാനി ഉണ്ടാകാതെ സൂക്ഷിച്ചാൽ കൊള്ളാം. എല്ലാവരുടെയും മുഖം വീണ്ടും വിളർത്തു. എന്തോ പ്രതികാരം നിറവേറ്റിയ സംതൃപ്തി ആ വൃദ്ധമുഖത്തും കളിയാടി. അന്ന് സന്ധ്യയായപ്പോൾ കുട്ടൻ കയറി വന്നു. കുറേ ദിവസങ്ങൾ കൂടിയുള്ള വരവാണ്. എവിടെയായിരുന്നു നീ എന്ന് ചോദിക്കാനുള്ള ധൈര്യം അമ്മയ്ക്കോ മുത്തച്ഛനോ ഇല്ല. നല്ല വികട സരസ്വതിയാവും പിന്നെ നാവിൽ നിന്നും വരിക. എന്നാലും മിണ്ടാതിരുന്നാൽ ശരിയാവില്ലല്ലോ. കുട്ടാ, മാഷു വിളിച്ചു. എന്നിട്ട് ഭയന്ന് ഇത്രയും കൂടി പറഞ്ഞൊപ്പിച്ചു. കൂട്ടുകാരുമായുള്ള കറക്കം നിനക്കിത്തിരി കൂടുന്നുണ്ട് ഈയിടെ. അവ മുത്തച്ഛൻ്റെ നേരെ രൂക്ഷമായെന്ന് നോക്കി. അദ്ദേഹം അത് കണ്ടിട്ട് പിന്നീട് ഒരക്ഷരമിണ്ടാതെ തലകുനിച്ച് ചാരു കസേരയിൽ അമർന്നു. അപ്പോഴാണ് മേശമേലിരുന്ന കൂട് കുട്ടൻ്റെ കണ്ണിൽപ്പെട്ടത്. ആരോ വീട്ടിൽ വന്നിരുന്നതായി അവന് സൂചന കിട്ടിയിരുന്നു മുൻപേ തന്നെ. അവൻ ആ കവറെടുത്ത് തുറന്നു. ഇതെവിടുന്നാ? ചോദ്യം മുത്തച്ഛനോട് തന്നെയായിരുന്നു. നിന്റെ അമ്മൂമ്മ കൊണ്ടുവന്നതാ. നിന്റെ തന്ത കൊടുത്തു വിട്ടതാണെന്ന്. ഉള്ളിൽ പതഞ്ഞു നിന്ന രോഷം പുറത്തേക്ക് തുപ്പി മാഷ്. ഏത് തന്ത? ചോദ്യവും മുറ്റത്തേക്ക് അത് വീശിയെറിയലും ഒപ്പം കഴിഞ്ഞു. അത് കണ്ടുകൊണ്ടുവന്ന ശാരദയും അനങ്ങിയില്ല. മിണ്ടിപ്പോയാൽ മകൻ കഥ കഴിക്കുമെന്ന് അവൾക്കറിയാം. പൊടിയും മണ്ണും മറ്റും ഏറ്റുവാങ്ങി രാത്രി മുഴുവൻ പെയ്ത മഴയിൽ അത് അവിടെ കിടന്നു നനഞ്ഞു. കാലത്ത് മുറ്റമടിക്കാൻ ചെന്ന ശാരദ കണ്ടു. തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാപ്പി നിറത്തിലൊരു സാരി മുറ്റത്ത് ചെളിവെള്ളത്തിൽ പുതഞ്ഞ് നീണ്ടു നിവർന്നങ്ങനെ കിടക്കുന്നു. മുറ്റമടിക്കുന്നെന്ന വ്യാജേന സാരി ചൂലുകൊണ്ട് തൂത്തുകൂട്ടി. എന്നിട്ട് ചുറ്റുമൊന്ന് നോക്കി. കുട്ടൻ പരിസരത്തെങ്ങാനും ഉണ്ടോ എന്ന്. ഇല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് പതിയെ കുനിഞ്ഞതെടുത്തു. അടുക്കളയിൽ ഉപയോഗശൂന്യമായ സാധന സാമഗ്രികൾ സൂക്ഷിക്കുന്ന ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു മൂലയ്ക്ക് ചൂല്, തൂമ്പ മുതലായവയ്ക്കിടയിൽ ആരും കാണാതെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വച്ചു. അത്രയുമായപ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു മുട്ടി. അവിടെ കുത്തിയിരുന്ന് കരഞ്ഞു. കുറേ കണ്ണീരൊഴുകിപ്പോയപ്പോൾ സമാധാനമായി. ഇന്ന് അമ്പലത്തിലൊന്ന് പോകണമെന്ന് കരുതിയിരുന്നതാണ്. 1-2 സെറ്റുമുണ്ടല്ലാതെ ഏതെങ്കിലും വിശേഷ സ്ഥലങ്ങളിൽ കല്യാണം പോലെയുള്ള ചടങ്ങുകൾക്കോ മറ്റോ പോകാൻ നല്ലൊരു വസ്ത്രമില്ല. വിദുരതയിലേക്ക് കണ്ണുനട്ട് അവൾ അവിടെ ഇരുന്നോർത്തു. അന്ന് അച്ഛൻ തങ്ങളെ അമ്പലത്തിലേക്ക് പറഞ്ഞു വിട്ടതോടെയാണ് ഇന്നുള്ള എല്ലാ ദുരന്തങ്ങൾക്കും തുടക്കമായത്. അരുതുകളുടെ നേർത്ത തന്തുക്കൾ പോലും പൊട്ടിച്ചെറിഞ്ഞ് വിലക്കുകളെ മറികടന്ന് അന്നവിടെ അരങ്ങേറ്റം കുറിച്ചത്, എല്ലാ നിയന്ത്രണങ്ങളും കെട്ടുപൊട്ടിച്ച് വികാരങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിച്ച തിരത്തള്ളലിൽ മുങ്ങിപ്പൊങ്ങിയത്, അതിനുള്ള അനുകൂല സാഹചര്യം ഒരുക്കി തന്നതും, ബന്ധങ്ങൾക്ക് മറ്റൊരർത്ഥതലം കണ്ടെത്തിയതും, പുതിയ തീരുമാനങ്ങൾക്ക് നാന്ദി കുറിച്ചതും, ഉറച്ച തീരുമാനങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് ജീവിതത്തെ കൊണ്ടെത്തിച്ചതും എല്ലാമെല്ലാം വിധിയൊരുക്കിയ കെണിയായിരുന്നു. തിരുപ്പതിയിലെത്തിയപ്പോൾ സന്ധ്യ മയങ്ങിയിരുന്നു. അപ്പോഴുമുണ്ട് ഭക്തജനങ്ങളുടെ നീണ്ട നിര. ഭഗവാനെ ദർശിക്കാനുള്ളവരെ കൂടാതെ അമ്പലപരിസരം ജനസമുദ്രമായിരിക്കുന്നു. പാതയുടെ ഇരുവശവും വച്ചു വാണിഭക്കാർ. അവരോട് വിലപേശുകയും വാങ്ങുകയും ചെയ്യുന്ന ആബാലവൃദ്ധം ജനങ്ങൾ. ഭക്തരുടെ നീണ്ട ക്യൂ അവസാനിക്കുമ്പോൾ നേരം പുലർന്നേക്കുമെന്ന് തോന്നി.
ആരോ അങ്ങനെ പറയുന്നത് കേൾക്കുകൂടി ചെയ്തപ്പോൾ അന്ന് രാത്രി ഏതെങ്കിലും ലോഡ്ജിലോ ഹോട്ടലിലോ തങ്ങിയിട്ട് അതിരാവിലെ വന്ന് ഭഗവാനെ തൊഴാമെന്ന് കരുതി പിന്തിരിഞ്ഞു. തിരിച്ചു നടക്കുമ്പോൾ കച്ചവടക്കാരെയും കച്ചവടവുമൊക്കെ നോക്കി നടന്ന കൂട്ടത്തിൽ തനിക്കൊരു ഡസൻ കുപ്പിവളയും വാങ്ങി. ആൾക്കൂട്ടത്തിൽ നഷ്ടമാവാതിരിക്കാൻ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു കുമാരേട്ടൻ. ഒരുപാട് അന്വേഷിച്ച് നടന്നിട്ടും മുറിയൊന്നും എവിടെയും കിട്ടാനുണ്ടായിരുന്നില്ല. അവസാനം ഒരു ലോഡ്ജിൽ ഒഴിവുണ്ടെന്നറിഞ്ഞു. അവിടെ ചെന്ന് അത് ബുക്ക് ചെയ്തു. ഒറ്റ മുറിയും ചെറിയൊരു ബാത്റൂമും മാത്രം. ചെന്ന് കയറിയപ്പോൾ കണ്ടത് ഇടുങ്ങിയ മുറിയിൽ ഒരേ ഒരു കട്ടിൽ മാത്രം. അപ്പോൾ തന്നെ ആകെ ഒരു അസ്വസ്ഥത മനസ്സിലെ മതിക്കാൻ തുടങ്ങി. മറ്റു നിവൃത്തിയൊന്നുമില്ലാതെ അവസാനം അവിടെ തന്നെ തങ്ങി. എങ്ങനെയും നേരം വെളുപ്പിക്കാമെന്ന് തീരുമാനിച്ചു രണ്ടാളും. റൂമിൽ കയറിയ ഉടൻ കുമാരേട്ടൻ പറഞ്ഞു, ഷാരി, വേഗമൊന്ന് ഫ്രഷ് ആയിക്കോളൂ. പുറത്ത് എന്തൊരു രസമാ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. കേട്ടതും ഉത്സാഹത്തോടെ പുതിയൊരു ഉണർവോടെ ബാത്റൂമിലേക്ക് ഓടി. വിസ്തരിച്ചൊന്ന് കുളിച്ചു. അപ്പോഴാണ് ബാഗിൽ നിന്ന് ടവലെടുത്തില്ല എന്നോർത്തത്. അകത്തുനിന്ന് വിളിച്ചു ചോദിച്ചു, ആ ടവലൊന്ന് ബാഗിൽ നിന്ന് എടുത്ത് തരുമോ? നോക്കട്ടെ എന്ന് പറഞ്ഞത് കേട്ട് അക്ഷമയോടെ കാത്തു. തുറക്കൂ, തരാം. വാതിൽപ്പാളി അല്പം തുറന്നു. കൈ നീട്ടിയതും നീട്ടിയ കൈകളിൽ കടന്നു പിടിച്ചതും ഒന്നിച്ചായിരുന്നു. താൻ വല്ലാതെ ചൂളിപ്പോയി. ടവലിൽ മുറുകെ പിടുത്തമിട്ടതുകൊണ്ട് അത് വലിച്ചെടുത്ത് കതക് ശക്തിയായി ചേർത്തടച്ചു. കിതച്ചുപോയി. അല്പനേരത്തേക്ക് അങ്ങനെ അനങ്ങാനേ കഴിഞ്ഞില്ല. ശരീരം വിറക്കൊള്ളുന്നു. പേരറിയാത്തൊരു ഉൾഭയം. എന്താണ്, എവിടേക്കാണ് ഈ പോക്ക്? അതും ആലോചിച്ച് കുളിമുറിക്കുള്ളിലെ ഭിത്തിയിൽ ചാരി കുറേ നേരം നിന്നു. പുറത്തേക്കിറങ്ങാനേ തോന്നിയില്ല. എങ്കിലും ആത്മാവിൻ്റെ അടിത്തട്ടിൽ എവിടെയോ ചുരമാന്തുന്ന അജ്ഞാതമായ ഒരാനന്ദം ഗൂഢമായി അനുഭവിക്കുകയായിരുന്നു അപ്പോൾ. കുളി കഴിഞ്ഞെങ്കിലും പുറത്തേക്കിറങ്ങുന്നത് ഓർത്തപ്പോൾ പാരവശ്യം അധികരിച്ചു. ഇനി ഏതു മനോഭാവത്തോടെ ഏട്ടനെ അഭിമുഖീകരിക്കുമെന്നായിരുന്നു ആശങ്കയത്രയും. അദ്ദേഹത്തിൻ്റെ സമീപനം എങ്ങനെയായിരിക്കും എന്ന് ഊഹിക്കാൻ സാധിക്കും. പ്രതീക്ഷ അസ്ഥാനത്തായില്ല. ഇറങ്ങി വരുന്ന തന്നെ വലയത്തിൽ ഒതുക്കാനുള്ള തീവ്രമായ ഉത്കർഷയോടെ ഇരുക്കൈകളും മുന്നോട്ട് നീട്ടി അത്യന്തം ആവേശത്തോടെ സ്വാഗതം ചെയ്യുന്ന കുമാരേട്ടനെയാണ് കണ്ടത്. പ്രണയാതുരമായ അന്തരീക്ഷം, ഉൾക്കാമ്പിൽ തുടിക്കുന്ന ഊഷ്മള വികാരങ്ങളെ തൊട്ടുണർത്തി കവിതാക്കളെ പ്രണയപരവശരാക്കാൻ പര്യാപ്തമായ ചുറ്റുപാട്. പോരെങ്കിൽ കൂട്ടിന് നിശബ്ദമായ ഏകാന്തതയും. തൊട്ടാൽ പൊട്ടുന്ന ചോരത്തിളപ്പുള്ള യൗവനത്തിന് മറ്റെന്തു വേണം? സിരകളിൽ രക്തം ചൂടുപിടിക്കുന്നതറിഞ്ഞു. സർവ്വ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട് ഓടിച്ചെന്ന കൈകളിൽ വീഴുകയായിരുന്നു. ആദമ്യമായ ആവേശത്താൽ അനിയന്ത്രിതമായ അന്തർദാഹം അടക്കാനാവാതെ ഇരുവരും കെട്ടിപ്പുണർന്ന് കിടക്കയിലേക്ക് മറിഞ്ഞു. പെരുമഴ പോലെ ഉതിർന്ന ചുംബന വർഷങ്ങൾ ഏറ്റുവാങ്ങി തികഞ്ഞ നിർവൃതിയോടെ മനസ്സ് കോളുകൊണ്ട കടൽ പോലെ പ്രക്ഷുബ്ധമാകുന്നതറിഞ്ഞു. എങ്കിലും ഇളകിമറിഞ്ഞ് അലറിക്കുതിക്കാൻ വെമ്പിയെത്തിയ തിരമാലകൾ തീരത്ത് തലതല്ലി തകരാൻ അനുവദിക്കാതെ കാക്കാൻ ഏതോ ഒരു ഉൾപ്രേരണ ഇരുഭാഗത്തു നിന്നും ഉണ്ടായി എന്നത് അത്ഭുതാവഹം തന്നെയായിരുന്നു. ആവേശമൊന്നടങ്ങിയപ്പോൾ ലജ്ജയോ പരിഭ്രമമോ സ്വയം നിന്ദയോ അതോ ആത്മസംതൃപ്തിയോ എന്ന് വ്യതിരിക്തമല്ലാത്ത ഒരു വൈകാരിക തലത്തിൽ രണ്ടുപേരും എത്തിച്ചേർന്നു. ഒന്നുറപ്പായി, ഇനി പിരിയാൻ രണ്ടാൾക്കും ആവില്ല. മനസാന്നിധ്യം വീണ്ടെടുത്തപ്പോൾ സുഖാനുഭൂതികൾ അയവിറക്കിക്കൊണ്ട് പരസ്പരം കൈകോർത്ത് പിടിച്ച് അമ്പല പരിസരത്തുകൂടി അപഗ്രഥിക്കാനാവാത്ത എവിടെയോ കൈമോശം വന്ന മനസ്സുമായി സ്വയം മറന്നങ്ങനെ ചുറ്റി നടന്നു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഭക്ഷണവും വാങ്ങി തിരികെ എത്തി. ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത പുതിയൊരനുഭൂതി പകർന്നു തന്ന ഹർഷോന്മാദത്തിൻ്റെ നിഗൂഢമായൊരു പരിവേഷം തങ്ങളെ പൊതിഞ്ഞു നിന്നിരുന്നു. കാലിൻ്റെ വൈകല്യം പാടെ മറന്ന ചില അമൂല്യ നിമിഷങ്ങൾ ഒരു നിമിത്തം പോലെ ദൈവം തനിക്ക് സമ്മാനിച്ചു. അന്ന് രാത്രി പുലരാൻ ഏതാനും മണിക്കൂറുകൾ ബാക്കി നിൽക്കെ കെട്ടിപ്പിടിച്ച് കിടന്നതല്ലാതെ രണ്ടുപേരും ഉറങ്ങിയില്ല. പിന്നീട് അമ്മേ, കുട്ടൻ്റെ അലർച്ച അപ്പുറത്ത് കേട്ടു. ശാരദ ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. എന്താണാവോ ഇനി അടുത്തത്? തിടുക്കത്തിൽ അങ്ങോട്ടേക്ക് ചെന്നു. ഇവിടെ കിടന്ന സാരി എവിടെ? ശാരദ മിണ്ടിയില്ല. അമ്മയോടെ ചോദിക്കുന്നത്. ആവോ, എനിക്കറിയില്ല. കുറച്ചു മുൻപേ ഒരു ഭിക്ഷക്കാരി ഇതിലേ വന്നിരുന്നു. രക്ഷപ്പെടാൻ ശാരദ ഒരു നുണ തട്ടിവിട്ടു. എന്നിട്ടെന്താ, അവർക്ക് ഷർട്ട് വേണ്ടായിരുന്നോ? വിടാൻ ഭാവമില്ല കുട്ടന്. എനിക്കറിയില്ല കുട്ടാ, അത് അവരോട് ചോദിക്കണം. ശാരദ കൈമലർത്തി. കുട്ടൻ അമർത്തിയൊന്ന് മൂളി. എന്നിട്ട് പാഞ്ഞകത്തേക്ക് കയറി മുക്കും മൂലയുമെല്ലാം തിരഞ്ഞു. അവസാനം കണ്ടെത്തുക തന്നെ ചെയ്തു ആ സാരി. ഒരു ഇഴജന്തുവിനെ വാലിൽ തൂക്കിയെടുക്കും പോലെ അതുമായി ഉമ്മറത്തേക്ക് വന്നു. ദേ, അമ്മയാണെന്നൊന്നും ഞാൻ നോക്കുവല്ല കേട്ടോ. ഞാൻ വല്ലതുമൊക്കെ വിളിച്ച് പറഞ്ഞെന്നിരിക്കും. നാട്ടുകാരെ കൊണ്ട് ഇനിയും വെറുതെ പറയിപ്പിക്കണ്ട. ആരെന്ത് തന്നാലും തെണ്ടികളെ പോലെ രണ്ടു കൈ നീട്ടി അതങ്ങ് വാങ്ങിച്ചോളും. അയാളുടെ ഒരു സാരി പറഞ്ഞിട്ട് വീണ്ടും അത് കുപ്പയിലേക്ക് വലിച്ചെറിഞ്ഞു. ഞാനിത് കത്തിക്കുന്നില്ല. അമ്മ അത് എടുക്കുന്നതൊന്ന് കാണട്ടെ, അവൻ വെല്ലുവിളിച്ചു. കുട്ടൻ ചവിട്ടിക്കുലുക്കി പുറത്തേക്ക് നടന്നു. നീ എങ്ങോട്ടാ? എനിക്കിഷ്ടമുള്ളിടത്തേക്ക്, അവൻ പറഞ്ഞു. ചായ പോലും കുടിക്കാതെ? ചായ എവിടെ? അമ്മ പോയിരുന്ന ദിവാസ്വപ്നം കണ്ടോളൂ. അവൻ ഇറങ്ങി നടന്നു. കുട്ടൻ പോയി കഴിഞ്ഞപ്പോൾ അവൾ ആ സാരിയിലേക്കൊന്ന് പാടി നോക്കി. തനിക്കൊരു നല്ല സാരി ഇല്ലല്ലോ എന്ന സങ്കടത്തോടെ ഓർത്തു. അത് പോയി എടുക്കാമെന്ന് വെച്ചാൽ ഈ വീട്ടിലൊരു കൊലപാതകം നടക്കും. കുട്ടൻ കലി കൊണ്ടാണ് പോയിരിക്കുന്നത്. വല്ലാത്തൊരു മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയായിരുന്നു അവളപ്പോൾ.
തൻ്റെ അമ്മയെക്കുറിച്ച് അവൾ ഓർത്തു. അമ്മയില്ലാത്ത തനിക്ക് അവർ സ്വന്തം അമ്മ തന്നെയായിരുന്നു. വിവാഹം കഴിഞ്ഞ നാളുകളിൽ ഈ അമ്മയ്ക്ക് എത്രമാത്രം സ്നേഹമായിരുന്നു തന്നോട്. സ്വന്തം മകളായി തന്നെ കരുതിയിരുന്നു തന്നെ അവർ. സ്വന്തം മകനെ എല്ലാ അർത്ഥത്തിലും ഒരു ജീവിതം കൊടുത്തവരാണ് ആ അച്ഛനും മകളും. അങ്ങനെ പലരോടും പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ നന്ദിയും കടപ്പാടും പലപ്പോഴും പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ പണക്കാരിയും ഉദ്യോഗസ്ഥയുമായ മരുമകളോടൊപ്പം ധനം വന്നു കയറിയപ്പോൾ പഴയതെല്ലാം സൗകര്യപൂർവ്വം മറന്നു. ഒപ്പം തന്നെയും അച്ഛനെയും. പ്രായോഗിക ബുദ്ധി അവരിൽ പെട്ടെന്നുദിച്ചു. പിന്നീട് എപ്പോഴോ മനസ്സോടെയല്ലെങ്കിലും തന്നെ തള്ളിക്കളയേണ്ടി വന്നു അവർക്ക്. എന്തിനവരെ പഴിക്കണം? പണം കണ്ടാൽ കണ്ണു മഞ്ഞളിക്കാത്ത ആരുണ്ട്? പ്രത്യേകിച്ചും ദാരിദ്ര്യം അറിഞ്ഞും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചും ജീവിക്കേണ്ടി വന്നവരെ സംബന്ധിച്ച്. അതിനപ്പുറം അവർക്കൊന്നും തന്നെയില്ല. ഓർക്കുമ്പോഴൊക്കെ നെഞ്ചു വിങ്ങിക്കഴയ്ക്കുന്നു. കഴിഞ്ഞതെല്ലാം ഒരു ചലച്ചിത്രത്തിലെന്നോണം മനസ്സിൻ്റെ അബ്ബരപാളിയിൽ തെളിഞ്ഞു വന്നു. ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ഓർമ്മകൾ വർഷങ്ങൾ പിന്നിലേക്ക് തെന്നി മാറിക്കൊണ്ടിരുന്നു. കഥ തുടരും.